ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് ആരാകുമെന്നുള്ളത് വലിയ സസ്പെൻസിൽ നീങ്ങുകയാണ്. പ്രധാനമന്ത്രി വിദേശത്തായതുകൊണ്ടാണ്. പക്ഷേ ഇന്നോ നാളെയൊക്കെ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ഒരു നാലഞ്ചോളം പുരുഷന്മാരുടെയും ഒരു 4ഓളം സ്ത്രീകൾ വനിതകളുടെയും പേരാണ് ഇപ്പോൾ സജീവമായി കളത്തിലുള്ളത്. അത് കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദ്ര യാദവ് വരാൻ സാധ്യതയുണ്ടോ, ധർമ്മേന്ദ്ര പ്രധാൻ വരാൻ സാധ്യതയുണ്ടോ, പ്രഹ്ലാദ് ജോഷി വരുമോ, അതോ മനോഹർലാൽ ഖട്ടർ വരുമോ, ശിവരാജ് സിംഗ് ചൗഹാൻ വരുമോ? അപ്പോൾ അങ്ങനെ ഒരു 4-5 പേരുകളാണ് അവിടെ പുരുഷന്മാരുടെ മേഖലയിൽ നിന്ന് കേട്ടുവരുന്നത്. അത് കേന്ദ്രമന്ത്രിമാരാണ്. മാത്രമല്ല ഈ ശിവരാജ് സിംഗ് ചൗഹാനൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പോൾ ഒരു സംഘ നേതാക്കളുണ്ട്. ആലോചിച്ച് നോക്കുക, വലിയ ഒരുപാട് ആളുകളെ അവർ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ നേതാക്കളാണ്. ഇനി വനിതകൾക്ക് കൊടുക്കണം എന്നൊരു ചിന്ത നോർത്തിൽ ഇപ്പോൾ കിടപ്പുണ്ട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബീഹാറിൽ ഇപ്പോൾ 33%, അത് NDA ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്, അവർ തന്നെ തീരുമാനിച്ച് 33% സർക്കാർ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം കൊടുക്കുന്നു. മാത്രമല്ല പാർലമെൻറ്റിൽ അസംബ്ലികളിലുമൊക്കെ 33% വരുന്നതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു വനിതയെ പ്രസിഡന്റ് ആക്കിയാൽ എന്ത് എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം പലപ്പോഴും BJP അങ്ങനെ തന്നെയൊക്കെ ചിന്തിച്ചൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്വാനി പ്രധാനമന്ത്രി ആവുമെന്ന് വിചാരിച്ച് എല്ലാവരും ആഘോഷം നടത്തിയപ്പോൾ നരേന്ദ്രമോദിയായി. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റുമാരായ കാര്യങ്ങൾ, JP നദ്ദ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഓരോരുത്തർ വരുന്നത് അമിത്ഷാ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നദ്ദ വന്നത്. അങ്ങനെ ഓരോരുത്തർ അതിനുശേഷം എന്താ പറയുക, തുടരുമെന്ന് പറഞ്ഞ അമിത്ഷാ തുടരുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നമായിരുന്നു. അതിലനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ നിർമ്മല സീതാരാമൻ അവർ ധനകാര്യമന്ത്രിയാണ്, മത്സരിക്കാതിരുന്നിട്ട് പോലും അവർ ധനകാര്യമന്ത്രിയാണ്. നിർമ്മല സീതാരാമൻ്റെ പേര് കേൾക്കുന്നുണ്ട്. സുധാ യാദവ് മറ്റൊരു പേര്, നോർത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു പേരാണ് സുധാ യാദവ്. പുരന്തേശ്വരി, ആന്ധ്രയിൽ നിന്നുള്ള പുരന്തേശ്വരി വളരെ പ്രസിദ്ധയായ വലിയ നേതാവാണ്. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഈ പ്രതിനിധി സംഘത്തെ അയച്ചതിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഡൈനാമിക് ആയിട്ടുള്ള ലീഡറാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന കോയമ്പത്തൂർ MLA ആയിട്ടുള്ള MP ആയിട്ടുള്ള വാനതി ശ്രീനിവാസൻ, കോയമ്പത്തൂർ എന്നുള്ള ജനപ്രതിനിധിയാണ്. അവർ വളരെ വലിയ തോതിലാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെ വനിതകളുടെ ഒരു വലിയ സംഘമുണ്ട്. നോക്കൂ, 9 പേർ ഇതിനകത്ത് പേരുകൾ കേൾക്കുന്നു. അതിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുന്നത്? ആർക്കായാലും വലിയ ഉത്തരവാദിത്തമുണ്ട്. കാര്യം രാജ്യം ഭരിക്കുന്ന മാത്രമല്ല 10-20 സ്റ്റേറ്റുകളിൽ ഭരണത്തിലുള്ള വലിയ ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പദവിയല്ല, അത് വലിയ ഒരു പദവിയാണ്. അത് കാത്തിരിക്കുന്നത് വനിതയാണോ? അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ BJP ഒരിക്കൽ കൂടി, അതോ പുരുഷനാണോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നമുക്ക് കാണാം. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ തന്നെ ദേശീയ നേതൃത്വം പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. അതുപോലെ സംസ്ഥാന തലത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിനെയും പ്രഖ്യാപിക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഇന്ന് ചിലപ്പോൾ പ്രഖ്യാപിച്ചാലും അത്ഭുതമില്ല. കാരണം അമിത്ഷാ ഇവിടെ വന്നിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ ഉണ്ട്. നാളെ ഈ പുത്തരിക്കണ്ടത്ത് വെച്ച് നടക്കുന്ന ഇവരുടെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന വലിയ സമ്മേളനവും പരിപാടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ BJPയുടെ സ്റ്റേറ്റ് ടീം റെഡിയാവുന്നു, മിഷനും റെഡിയാവുന്നു, സെൻട്രൽ ടീമിലുള്ള പ്രസിഡന്റിനെയും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പുതിയ പരിപാടികളുമായി പോകുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ. ഞാൻ പറഞ്ഞു, ഭൂപേന്ദ്ര യാദവ്, ധർമ്മേന്ദ്ര പ്രധാൻ, പ്രഹ്ലാദ് ജോഷി, മനോഹർലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ പുരുഷന്മാരാണെങ്കിൽ. സ്ത്രീകളാണെങ്കിൽ നിർമ്മല സീതാരാമൻ, സുധാ യാദവ്, പുരന്തേശ്വരി, വാനതി ശ്രീനിവാസൻ. ഇതാണ് പാനൽ.